ഹായ് എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും നിങ്ങളോട് പറയാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തേക്ക് വളർത്തൽ കേന്ദ്രത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ തേക്ക് വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണ്. അത് പലർക്കും അറിയാമായിരിക്കാം, എങ്കിൽ കൂടി ഒരുപാട് പേർ അറിയാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ തേക്ക് വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ്. ഇവിടുത്തെ തേക്കിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. തേക്കിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മികച്ച ഗുണനിലവാരവും തനിമയുമുള്ള തേക്കുകളാണ് നിലമ്പൂർ തേക്കുകൾ. വളരെ പ്രാചീന കാലം തൊട്ട് തന്നെ ഈ തേക്കിന് വളരെയധികം പ്രശസ്തിയാണ്. മാത്രമല്ല, ഇതൊരു 50 മീറ്ററോളം വളരുന്ന തേക്കാണ്. ഇതിൻ്റെ തടിക്ക് വളരെയധികം ഗന്ധമുള്ളതുമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് തെക്ക് നിന്ന് വന്നതുകൊണ്ടാണ് ഇതിനെ തേക്ക് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഇതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ്. 1995 മെയ് മാസത്തിലാണ് കേരള വനം വകുപ്പിൻ്റെ കീഴിലാണ് ഈ ഒരു മ്യൂസിയം നിർമ്മിച്ചത്. തേക്ക് മരത്തിന് മാത്രമായിട്ടുള്ള ഒരു മ്യൂസിയം കൂടിയാണിത്. തേക്ക് മരത്തിന് മാത്രമായി നിർമ്മിച്ച ഈ മ്യൂസിയത്തിലേക്ക് എത്തിച്ചേരാൻ നിലമ്പൂരിൽ നിന്ന് ഊട്ടി റോഡിൽ കൂടി ഏകദേശം 4 കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തേക്ക് മരം മ്യൂസിയത്തിൽ എത്തിച്ചേരാം. ഏകദേശം 160 വർഷം മുന്നേ നിർമ്മിച്ച ഈ ഒരു ചെടി നട്ടുപിടിപ്പിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് ഈ മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തേക്ക് മരം സ്ഥിതി ചെയ്യുന്നത് ഈ കനോലി ഫ്ലോട്ടിലാണ്. തേക്ക് വളർത്തലെക്കുറിച്ചും അതിൻ്റെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചും അതിൻ്റെ പരിപാലനത്തെക്കുറിച്ചും അതിൻ്റെ വാണിജ്യ അടിസ്ഥാനത്തെക്കുറിച്ചും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്, ഈ മ്യൂസിയത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തേക്ക് തടി കൊണ്ട് നിർമ്മിച്ച ധാരാളം ശില്പങ്ങളും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഒരു 450 വർഷത്തോളം ജീവിച്ച ഒരു തേക്ക് മരത്തിൻ്റെ അടിഭാഗവും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. 1840 ഈ കനോലി ഫ്ലോട്ട് എന്ന പ്ലാന്റേഷൻ ബ്രിട്ടീഷുകാർ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ലോക പൈതൃകത്തിൽ ഇടം നേടിയ ഈ തേക്കിൻ തോട്ടം 5.675 ഏക്കർ വിസ്തൃതിയുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് തേക്ക് തടിക്ക് ഒരുപാട് ക്ഷാമം അന്ന് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കലക്ടറായിരുന്ന HV കനോലിയുടെ നിർദ്ദേശപ്രകാരമാണ് ഫോറസ്റ്റ് കൺസർവേറ്ററായിരുന്ന ചാത്തു മേനോനാണ് ഇവിടെ ഈ ഒരു തേക്ക് തോട്ടം നിർമ്മിച്ചത്. വളരെ തേക്കുകൾ മാത്രമുള്ള ഒരു തോട്ടം നമുക്ക് സന്ദർശിക്കുക എന്ന് പറയുമ്പോൾ വളരെ അപൂർവമാണ്. എല്ലാവരും അതുകൊണ്ട് ഈ പച്ചപ്പ് നിറഞ്ഞ ഈ സ്ഥലം സന്ദർശിക്കുക, വളരെ മനോഹരമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തുക. ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.